ചില ദിവസങ്ങൾ ഇതേപോലെ നല്ല തിരക്കുള്ള ദിവസങ്ങളായിരിക്കും കേട്ടോ. ഇപ്പം കുറച്ച് ദിവസമായിട്ട് നല്ല തിരക്കാണ് വീട്ടിൽ. അപ്പോൾ അതാ നമ്മുടെ വീട്ടിൽ വരുന്ന കസ്റ്റമേഴ്സാണ് ഇതൊക്കെ. അപ്പം ഇത് മാവേലിക്കരയിൽ നിന്ന് വന്നിട്ടുള്ള കസ്റ്റമേഴ്സാണ്. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് വന്നവരാണ് ഇവരൊക്കെ. പക്ഷേ വീട്ടിൽ വന്നപ്പോഴൊന്നും ആദ്യമായിട്ട് കണ്ട പോലെയൊന്നും അല്ല കേട്ടോ. ഒരുപാട് നാളത്തെ പരിചയമുള്ളവരുടെ പോലെയാണ് എല്ലാവരുടെയും പെരുമാറ്റം. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വരുന്നവർക്കൊക്കെ ഒരുപാട് ഓർക്കിഡ് കളക്ഷൻ ഉള്ളവരാണ് കേട്ടോ. ഞാനപ്പോൾ അവരോടൊക്കെ അവർ ഓർക്കിഡിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. അപ്പോൾ അവരുടെ ഫോണിനകത്തുനിന്ന് അവർ ഗാലറിക്കകത്തുനിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് മിക്കവാറും വരുന്നവരുടെ എല്ലാം വീട്ടിൽ. അപ്പോൾ ഇതുണ്ട്, ഇദ്ദേഹവും മാവേലിക്കരയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അദ്ദേഹം വീഡിയോ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ ചെടികളൊക്കെ വാങ്ങിക്കാൻ വന്നത്. അപ്പോൾ പുള്ളി കുറേ ചെടികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവരെല്ലാം നമ്മുടെ മാവേലിക്കര എന്ന് പറയുമ്പോൾ എനിക്കൊരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മൾ ജനിച്ച് വളർന്ന നാടായതുകൊണ്ട് തന്നെ അവിടുന്ന് നമ്മളെ തിരക്കിയ ആളുകൾ വരുമ്പോൾ അപ്പോൾ അതിന് പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ പേര് വരുന്നുണ്ട്, ഒരാളല്ല, ഒരു ദിവസം തന്നെ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ ഇത് കറ്റാനത്തു നിന്ന് വന്ന ഒരു കസ്റ്റമറാണ്. അപ്പോൾ അവർക്കെല്ലാം അവർക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ കളക്ഷനിൽ നിന്ന് അവർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഓരോരുത്തർ വരുമ്പോഴും ഞാൻ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഓർക്കിഡ് ചെടികളെ ഇത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നതെന്ന്. കാരണം ഇത്ര ദൂരെ നിന്നൊക്കെ ഈ ഓർക്കിഡിൻ്റെ പൂക്കൾ കണ്ടിട്ട് ഓടി വരുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുമല്ലോ. അപ്പോൾ ഞാനങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് മാസങ്ങളോളം വാടാതിങ്ങനെ നിൽക്കും. അതേപോലെ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കാണുമ്പം മനസ്സിനൊരു സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കിട്ടുന്ന ഈ കുറച്ച് സമയത്തിനുള്ളിൽ ഈ ചെടികളെ പരിപാലിക്കുകയും അതിനാവശ്യമായ വെള്ളവും വളമൊക്കെ കൊടുക്കുകയും ചെയ്യും. അപ്പം ചിലരൊക്കെ രാത്രി ആയാൽ പോലും ഇതിൻ്റെ ഒച്ചിനെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പും കൊണ്ട് ഒച്ചിനെ പിടിക്കാൻ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കറിയാമല്ലോ ഒച്ചിൻ്റെ മുകളിൽ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒച്ച് നശിച്ചു പോകുമെന്ന്. അപ്പം മിക്കവാറും ആളുകൾ രാത്രിയിൽ ടോർച്ചടിച്ചിട്ടായിരിക്കും ഒച്ചിനെ നശിപ്പിക്കാറുള്ളത്. അപ്പോൾ ഈ ഒച്ച് നമ്മുടെ ചെടികൾക്ക് ഏറ്റവും വലിയൊരു വില്ലനാണ്. അപ്പം ഈ പൂക്കളൊക്കെ നന്നായിട്ട് വിടർന്ന് നിൽക്കുന്ന പൂക്കൾ രാവിലെ ചെന്ന് നോക്കുമ്പോൾ മുഴുവൻ തിന്നിരിക്കുന്ന കാണാം. അപ്പോൾ ഒച്ചുകളാണ് കൂടുതലായിട്ടും ഈ പൂക്കൾ തിന്നുന്നത്. അതേപോലെ ചില വണ്ടുകളുണ്ട്, ചെറിയ മഞ്ഞ വണ്ടുകളും ഇതേപോലെ പൂക്കളൊക്കെ നശിപ്പിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ ഓർക്കിഡിന് ഉള്ളൊരു ഭീഷണി. നമ്മൾ നന്നായി ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിറയെ പൂക്കൾ തന്ന് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു ചെടിയാണ് ഓർക്കിഡ്. അപ്പം ഓർക്കിഡ് വാങ്ങാൻ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്ര ദൂരെ നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അതിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ഈ പൂച്ചെടികൾ കാണുമ്പോൾ എല്ലാവരും ഓടിയെത്തുന്നത്. ഏതായാലും ഈ പൂക്കൾക്ക് വേണ്ടി ഓടിയെത്തുന്ന നമ്മുടെ കൂട്ടുകാരൊക്കെ നമുക്ക് വളരെ സന്തോഷം തരുന്നവരാണ്. അപ്പോൾ അവരുടെയൊക്കെ ഈ സഹകരണം കൊണ്ടാണ് നമ്മുടെ ഇപ്പോൾ ഈ ഒരു സംരംഭം തന്നെ നല്ല രീതിയിൽ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ റോഡ് വെളുത്തമണൽ മഞ്ചാടിമുക്ക് എന്ന സ്ഥലത്താണ്. അപ്പോൾ എല്ലാവർക്കും